കാട്ടാക്കട ഉറിയാക്കോടിൽ ഫർണിച്ചർ കമ്പനിയുടെ കംപ്രസർ പൊട്ടിത്തെറിച്ച് ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ദാരുണാന്ത്യം. ഇന്ന് രാവിലെ 7:30 സംഭവം. ബീഹാർ സ്വദേശി സരോജ് സഖായിയാണ് മരിച്ചത്. വലിയ പൊട്ടിത്തെറി കേട്ടാണ് നാട്ടുകാർ സംഭവം അറിയുന്നത്. കാട്ടാക്കട ഉറിയാക്കോട് സൈമൺ റോഡിലെ HS മാർക്കറ്റിംഗ് എന്ന ഫർണിച്ചർ കമ്പനിയിലെ ജീവനക്കാരനാണ് പണിക്കിടയിൽ മരിച്ചത്. സോഫ സെറ്റിയിലെ പിന്ന് കംപ്രസർ ഉപയോഗിച്ച് തറയ്ക്കുമ്പോഴാണ് അപകടമുണ്ടായത്. 3 മലയാളികളും 5 ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ് കമ്പനിയിലുണ്ടായിരുന്നത്. പൊട്ടിത്തെറിയിൽ കംപ്രസർ പൂർണ്ണമായും തകർന്നു. പൊട്ടിത്തെറിച്ച കംപ്രസറിന്റെ ഭാഗങ്ങൾ തലയ്ക്കുണ്ടാക്കിയ പരിക്കാണ് മരണകാരണമായി കരുതപ്പെടുന്നത്. തൊട്ടടുത്ത മറ്റു തൊഴിലാളികൾ ഇല്ലായിരുന്നതിനാൽ മറ്റുള്ളവർക്ക് പരിക്ക് പറ്റിയിട്ടില്ല. പണി ചെയ്യുന്ന സ്ഥലത്തുണ്ടായിരുന്ന മറ്റു ഉപകരണങ്ങൾ പൊട്ടിത്തെറിയിൽ തകർന്നു. 2 മാസം മുമ്പാണ് പുതിയ കംപ്രസർ വാങ്ങിയത്. ഈ ഭയങ്കര സ്ഫോടക സൗണ്ട് കേട്ടത്, ബോംബ് പൊട്ടുപോലെ സൗണ്ട് കേട്ട് അതിനിടയ്ക്ക് ഇവിടെ ആൾക്കാരും കൂടി. തിരിച്ച് ഇവിടെ ഒന്ന് നോക്കിയപ്പം കാണാം രക്തം ഒലിച്ച് ഇവിടെ ഒരാൾ മരിച്ചു കിടക്കും. അത് ഈ എയർ കംപ്രസ് പൊട്ടി എന്നാണ് പറയണത്. ഇവിടെ വന്ന് ബാക്കി എല്ലാവരും പോലീസും വന്ന് വിളപ്പശാല പോലീസെല്ലാം വന്ന് ഇവിടെ അന്വേഷിച്ചപ്പോൾ കംപ്രസർ പൊട്ടി. ഈ പുള്ളിക്കാരൻ്റെ അവൻ ഇവിടെയുള്ള ആളല്ല, ബീഹാറിലുള്ള ആളുണ്ട്. അവൻ്റെ വീട്ടുകാർ ഇവിടെ 8 പേര് ജോലി ഉണ്ടായിരുന്നു. അവരെല്ലാം ഈ സൈഡിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളിക്കാരന് മാത്രമേ ഉള്ളൂ. അപ്പോഴും മരിച്ചു. ഞാൻ കുട്ടയും കൊണ്ട് തിരിച്ച് ഇവിടെ വന്ന് ബിടിയും കെട്ടുകൊണ്ട് ഞാൻ അകത്ത് കയറിയപ്പോൾ ആള് അപ്പോഴേ മരിച്ചു. 1 വർഷം ആവുമെന്ന് തോന്നുന്നു. എനിക്ക് വലിയ പരിചയമല്ലേ, അവർ ബീഹാറുകാരില്ലേ. ഇത് അലമാര, കാർപ്പൻ്റർ വർക്കാണ് കൂടുതലും. എല്ലാം പുള്ളിക്കാരൻ ഇതിൻ്റെ ഉടയം വന്നിട്ട് ഉറിയക്കോട് ജംഗ്ഷനിൽ കടയുണ്ട്. നല്ല സഹകരണമാണ്, ജോലിക്കാരുമായിട്ട് വലിയ ബന്ധമാണ്. 6-7 പേര്, എനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞൂടാ, 6-7 പേര് കാണും. എല്ലാവരും ബീഹാർ, ബംഗാളി തന്നെ. ഒരു 7-7:30 മണിയാവും. ഉറിയാക്കോട് അനിലിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. 1 വർഷമായി മരിച്ചയാൾ ഇവിടെ താമസിച്ച് പണി ചെയ്യുകയാണ്. മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി.